സുഹൃത്തുക്കളെ ജവാദാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തൃത്താലക്കൊപ്പം ലിമ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ ലിമ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാസ്റ്ററാണ് റാഷിദ് ബ്രോ ആണ്. എന്തൊക്കെ വിശേഷങ്ങൾ? ഉഷാറാണ്. അതല്ലേ, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇവിടേക്ക് മാറിയിട്ട് 5 വർഷമായിട്ടുള്ളൂ. കൊറോണക്ക് സമയത്താണ് ഇങ്ങോട്ട് മാറിയത്. ഇതിന് മുമ്പ് നമ്മൾ കൊപ്പം 1 കിലോമീറ്റർ, അവിടെ ഒരു 12-13 വർഷം അവിടെയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ മുമ്പ് ചുണ്ടമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 10-20-25 വർഷമായിട്ട് നമ്മൾ ഫീൽഡിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ എത്ര സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം, അതായത് ഇതിനെ പറ്റിയിട്ട് അറിയാലോ, കുറച്ച് ആളുകൾ വരും പോകും പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസുകളെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1000-കണക്കിന് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. ഇപ്പൊ നിലവിലിപ്പോ ഒരു സ്ഥിരമായിട്ട് വരും മുടങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 10-200 പേരിന്റെ അടുത്തുണ്ടാവും. എന്തൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്? മെയിനായിട്ട് കളരി, തൈക്കോണ്ടോ, കുങ്ഫു, ബോക്സിങ്, കിക്ക് ബോക്സിങ്. ഇപ്പൊ പുതിയതായിട്ട് പിന്നെ ഇന്ത്യക്ക് വന്നിട്ടുള്ള സംഭവമാണ് പിന്നെ വിയറ്റ്നാമീസിന്റെ ഒരു മാർഷൽ ആർട്സ് ആയിട്ടുള്ള ക്യാൻകിഡോ എന്ന് പറയും. അത് ഒത്തിരി സംഭവങ്ങളാണ് പഠിപ്പിക്കുന്നത്. പിന്നെ അതിന് പുറമെ വയസ്സായ ആളുകൾക്കൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് യോഗന്റെ ക്ലാസ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപ്പക്കാരും വയസ്സായ ആളുകൾ, ലേഡീസ് ഒക്കെ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഉഷാറായിട്ട് നിലവിലിപ്പോ ഇവിടെ 65 വയസ്സുള്ള ആളുകൾ വരെ നിലവിൽ ഇപ്പൊ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കും. 5 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകൾ നിലവിൽ ഇപ്പൊ നമ്മളെ അക്കാദമിയിൽ. എങ്ങനെയാണ് നമ്മളെ സ്റ്റാർട്ടിങ് സമയം? അതായത് നമ്മളെ ഈ ഡെയിലി രാവിലെ നേരത്തെയാണോ എങ്ങനെയാണെന്ന് ഉദ്ദേശിച്ചത്? ഇവിടെ ഞങ്ങളിപ്പോ നിലവിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ഒരു 6:45 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 8-8:30. പിന്നെ ജോലിയുള്ള ആളുകളാകുമ്പോൾ കുറച്ച് നേരത്തെ പോകും. അല്ലാത്ത ഒരു 10 മണി വരെയൊക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഈവനിങ് വൈകുന്നേരം ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസമായിട്ട് അതങ്ങനെ പോകുന്നത്. അതുകൊണ്ട് ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ പാടെ നിങ്ങൾ പുറത്തു പോയിട്ട് ഷോകളൊക്കെ ഷോ ഇപ്പോ കഴിഞ്ഞ മാസത്തിൽ 1-2 ഷോ ഉണ്ടായിരുന്നു. ഇപ്പോ ഇവിടെ മീല 24 ആയിട്ട് ഒരു ചാനൽ, ഇവിടെ ഒരു ന്യൂസ് ചാനലുണ്ട്. അവരൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇവിടെ വെള്ളിയാങ്കല്ല് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പുറത്തുള്ള പരിപാടികൾക്കൊക്കെ നമ്മള് പോകാറുണ്ട്. അപ്പൊ ആശാന്റെ ശിഷ്യന്മാർ നല്ല ഹാപ്പിയാണ്. ഇത് 2025 ഞാനിങ്ങനെ ഒരു ന്യൂസ് ചാനൽ കണ്ടു, പുറത്തു പോയിട്ട് ഫസ്റ്റ് എന്താ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാൻകിഡോ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ അതിന്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഡിസ്ട്രിക്ട് കഴിഞ്ഞ് ഇതിന്റെ ഡിസ്ട്രിക്റ്റിന്റെ ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറിയാണ്, അതുപോലെ സ്റ്റേറ്റിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. അപ്പൊ അതിന്റെ ഡിസ്ട്രിക്ട് മത്സരം കഴിഞ്ഞു, സ്റ്റേറ്റ് മത്സരം കഴിഞ്ഞു, പിന്നെയാണ് നാഷണൽ കഴിഞ്ഞു. നമ്മളെ അക്കാദമിന്ന് അതുപോലെ നമ്മളെ ബ്രാൻഡ് ആയിട്ടുള്ള തിരുവേഗപ്പുറമുണ്ട്, അവിടെ കൂടിയായിട്ട് 20 ജില്ലാ ആളുകൾ പോയിട്ടുണ്ടാവും. അതിപ്പോ ഇവിടെ അക്കാദമിയിൽ കംപ്ലീറ്റ് സീനിയേഴ്സിന് മാത്രമാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതില് പോയ 4 പേരാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ 2 പേര് ഫസ്റ്റ്, ഒരു സെക്കൻഡ്, ഒരു തേർഡ്, 4 പേർക്കും പ്രൈസ് ഉണ്ട്. പിന്നെ തിരുവേപ്പുറ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു 14 പേർക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ ആശ നല്ല സന്തോഷത്തില് നമ്മളെന്താ വെച്ചാൽ ഇതിന് ഫൈറ്റിങ്ങിന്, കാരണം ചാമ്പ്യൻഷിപ്പ് ആകുമ്പോ ഫൈറ്റിംഗ് ആണല്ലോ വരിക. നമ്മൾ അത്രയും എക്സ്പേർട്ട് ആക്കി ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് നമ്മൾ ഇറക്കുള്ളൂ. എന്നിട്ട് വെറുതെ തല്ലുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയായിരുന്നു പിന്നെ ഫസ്റ്റ് അടിച്ചു വരുമ്പോൾ നിങ്ങൾ നാട്ടുകാരുടെ സ്വീകരണം? നാട്ടുകാര് നല്ല സ്വീകരണമായിരുന്നു. അപ്പൊ പിന്നെ പട്ടാമ്പി അതുപോലെ നമ്മൾ സ്റ്റുഡൻസിന്റെ ഒക്കെ പോലെയായിട്ട് നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സ്വീകരണം ഉണ്ടായിരുന്നു. അതിന് പുറമെ പഞ്ചായത്തേര് വേറെ സ്വീകരണം ഉണ്ടായിരുന്നു. കൊപ്പം പഞ്ചായത്തില് കൊപ്പം പഞ്ചായത്താണ്, അവരൊക്കെ നല്ല ഗംഭീര സ്വീകരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ അടുത്ത് കരിമ്പള്ളി എന്ന് പറയും, അവരൊക്കെ വേറെ സ്വീകരണം ഉണ്ടായിരുന്നു. ഇതുപോലെ വരുന്ന ശനിയാഴ്ച നമ്മളിവിടെ ഒരു ക്ലബ് ഉണ്ട്, അവരൊക്കെ ഒരു സ്വീകരണം വേറെ ഉണ്ട്. ആകെ സ്വീകരണമാണ്. സ്വീകരണം 5 കളിയാണ്. അതെ. അപ്പൊ ഓരോ പിന്നെ പ്രോഗ്രാമിൽ പോകുമ്പോഴും നമുക്ക് വീണ്ടും ടെൻഡൻസി കൂടി വരും. അതെ. പിന്നെ ഈ ഫൈറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പല ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് വരുന്നത്. പല ആളുകൾക്കും ടെൻഷന്, അതുപോലെ ഒരാളേക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷി കുറവുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനത്തെ ആളുകളെ ഈ ഫൈറ്റിങ്ങിലൂടെ ഇറക്കിക്കൊണ്ട് ആ മെയിൻ മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. അത് മാറി കിട്ടുമെങ്കിൽ പിന്നെ അവർക്ക് എന്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഒരു ആവേശം പേടി പോയി കിട്ടും. അതോടുകൂടി എടുത്തുചാട്ടുള്ള ആളുകളുണ്ടാവും. ഓൾറെഡി ക്ലാസ്സിൽ വരുന്ന സമയത്തിന് എടുത്തിയാൽ എന്തെങ്കിലുമൊക്കെ അടിപിടി കൂടണമെന്ന് കരുതി അങ്ങനത്തെ ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും മാറ്റി നിർത്തിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് ആകട്ടെ എടുത്തുചാട്ടത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിക്കുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് കൂടി ഉണ്ടാവും. സാധാരണ പറയാറുണ്ട് ഈ കളരി ഇതൊക്കെ പഠിക്കുന്നവർ നമ്മൾ സ്വയരക്ഷയ്ക്കാണ്, പിന്നെ കൂടാതെ നമ്മളെ മനസ്സൊക്കെ ഒരു ഫ്രീ ആവും, ക്ഷമാശീലരായിരിക്കും എന്നുള്ളത്. അതായത് പൊതുവെ മാർഷൽ ആർട്സിന്റെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയുന്നതാണ്.
മരം കയറണമെങ്കിൽ മരം കയറാം, ഓടാ, ചാടാ, മണ്ട ഇതിന് എന്ത് ചെയ്യാൻ പറ്റിയ ഒരു മൈൻഡ് നമുക്ക് കിട്ടും. മാത്രമല്ല ശരീരം അതിനനുസരിച്ചിട്ട് ഒതുങ്ങി കിട്ടും ചെയ്യും. കാരണം മാർഷൽ ആർട്സ് കാരണം എല്ലാ ഐറ്റവും വരുന്നുണ്ടല്ലോ, മാത്രമല്ല മൈൻഡ് അത്ര സ്ട്രോങ് ആയി കിട്ടും. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. ഓക്കെ, ഇനിയിപ്പോ 2025 ഒരു പ്രോഗ്രാമിൽ ഫസ്റ്റ് അടിച്ചു. ഇനി അടുത്ത നെക്സ്റ്റ് പ്ലാനുകളുണ്ട്? നെക്സ്റ്റ് പ്ലാനുകൾ ഇനിയിപ്പോ കിക്ക് ബോക്സിംഗിന്റെ ഒരു മത്സരം വരുന്നുണ്ട്, അതുപോലെ കൈക്കൊണ്ടുള്ള മത്സരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ശിഷ്യന്മാരിങ്ങനെ ക്ലിയർ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പറഞ്ഞ പോലെ കാൻകട ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് മധ്യപ്രദേശിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇവര് 4 പേരാണ് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് അബൂബക്കർ സിദ്ദീഖ്, പിന്നെ ഇത് അഹമ്മദ് അക്രം, ഇത് ബാസില്, ഇത് സൽമാൻ. ഇവർ 4 പേരാണ് ഫുൾ കോണ്ടാക്ട് സീനിയർ വിഭാഗത്തിലുള്ള ഫൈറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ഫസ്റ്റ് മേടിച്ചിട്ടുള്ളത്. അതെ, പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ഫൈറ്റിങ്? അതിന്റെ ഒന്ന് ചെറിയൊരു സന്തോഷം നമ്മൾ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാം. നമ്മള് ലിംറ കൊപ്പത്തുനിന്ന് 4 പേരാണ് 6th കോൺകിഡോ ചാമ്പ്യൻഷിപ്പാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് നേരത്തെ സ്റ്റേറ്റ് പരിപാടി ഉണ്ടായിരുന്നു കോഴിക്കോട്. അപ്പോൾ അതിലെല്ലാവർക്കും ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും തന്നെയാണ് നാഷണൽ പോയത്. അവിടെ വെച്ചിട്ട് നമ്മൾ മാക്സിമം എല്ലാവരും കൊണ്ട് വയ്ക്കുന്ന പോലെ നമ്മൾ ചെയ്തു. എല്ലാവർക്കും മെഡലുണ്ട്. സെറ്റാണ്, പരിപാടി സെറ്റാണ്. എല്ലാവരും ഇപ്പോൾ വേറെ വേറെ വെയിറ്റ് കാറ്റഗറിയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സീനിയർ അണ്ടർ 65, അണ്ടർ 73, അതുപോലെ 88 kg 73 ആ വെയിറ്റിലാണ് മത്സരിച്ചത്. എല്ലാവരും ഉഷാറായി, സെറ്റാണ്. അപ്പോൾ ഞങ്ങൾ കൂടെ എല്ലാ സപ്പോർട്ടും പരിശീലനവും ഒക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങളെ ടീമിനെ തന്നെ സെറ്റാക്കിയത് നമ്മളെ റാഷിദ് മാഷാണ്, ലിംറക്കൊപ്പം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട്. മാഷ് നിങ്ങളോട് കട്ടക്കുണ്ട് എല്ലാ കാര്യങ്ങളും. അതാണ് നിങ്ങളെ വിജയം. അതാണ് ഞങ്ങൾ വിജയം. ഓക്കെ, ശരി, താങ്ക് യു. നമ്മള് 2025 പ്ലാനുകളൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ മനസ്സിന് ഒരു മനോധൈര്യം കിട്ടുന്നത് നമ്മളെ ലിംറ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരിക. അപ്പൊ നമ്മളെ മനസ്സും എല്ലാം ഫ്രീ ആവും, നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും അല്ലേ മാഷേ? പിന്നെ ഇവിടെ സാധാരണ കളരി ഒക്കെ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ ഉണ്ടോ? ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്? അതായത് നമ്മള് കളരി മർമ്മ ചികിത്സ എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് നാഡി സംബന്ധമായിട്ടുള്ള അതുപോലെ എല്ല് സംബന്ധമായിട്ടുള്ള എന്ത് കേടുകൾ വന്നു കഴിഞ്ഞാലും നമ്മളത് എന്ത് ചെയ്യും, ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. അതുപോലെ സ്ട്രോക്ക് ഏത് കേസാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എടുക്കാറുണ്ട്. പല ഭാഗത്തു നിന്ന് ഒഴിവാക്കി വിട്ട കേസ് വരെ നമ്മൾ എടുത്തിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ട്രീറ്റ്മെന്റിന് ഓരോ ഐറ്റത്തിന് എത്ര ദിവസം അങ്ങനെ ഉണ്ടാവില്ല? ഉണ്ട്. അത് 7, 14, 21 അങ്ങനൊക്കെ ഉള്ളത്. പിന്നെ സാധാ ചെറുമട്ടത്തിലുള്ള പടം മറച്ചില് അങ്ങനൊക്കെ ഉള്ള സംഭവിച്ചാല് പറ്റിയ അപ്പക്കപ്പഴ വരികയാണെന്നുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് ചെയ്യാം. അപ്പൊ അതിൻ്റെതായ പത്തി അങ്ങനെ പത്തിയും കാര്യങ്ങളും അത് അത് ഓരോ ഇതിനനുസരിച്ചിട്ടാണ്, ഓരോ അസുഖത്തിനനുസരിച്ചിട്ടാണ് എന്ത് പത്യങ്ങൾ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ശിഷ്യന്മാരിങ്ങനെ തകർക്കാണ്. അപ്പൊ ആശാദിക്ക് വരുമ്പോ ആശാൻ തകർത്തിട്ടുണ്ടാവല്ലോ. ആശാൻ എന്തൊക്കെ ഐറ്റംസിലാണ് തകർത്തിട്ടുള്ളത്? നമ്മള് ഇപ്പൊ ഈ പറയപ്പെട്ടിട്ടുള്ള മത്സരങ്ങൾക്കൊക്കെ ഞാൻ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ യോഗയാണെങ്കിലും തൈക്കൊണ്ടാണെങ്കിലും ബോക്സിങ്, വുഷു, ഇതിനൊക്കെ നമ്മള് ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ പിന്നെ പഠന സമയത്ത് മത്സരങ്ങൾക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ രീതികളാണ് നമ്മൾ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തിട്ട്, കാരണം ഇതിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പല ആളുകൾക്ക്, പ്രത്യേകിച്ച് പഠിക്കുന്ന ആളുകൾക്കൊക്കെ ആകുമ്പോൾ ജോലിക്കൊക്കെ സാധ്യതകൾ ഒരുപാട്. ഇക്കന്നെ ഗൾഫിൽ ഒരുപാട് ജോലികൾ ഓഫർ ചെയ്താണ്. നമുക്ക് ഇവിടുന്ന് ഗൾഫിക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതാണ് ഒഴിവാക്കിയതാണ്. ഇവിടെ തന്നെ കൂടാന്നുള്ള തീരുമാനത്തിൽ. എന്തായാലും പിന്നെ നമ്മളെ പ്രേക്ഷകർക്ക് നിങ്ങളെ വിവരങ്ങൾ പങ്കുവെച്ചിരുന്നു ഒരുപാട് താങ്ക്സ്. എന്തായാലും ഇനി ലിംറ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമ്മളെ ലിംറയുടെ ഫേസ്ബുക്ക് ഐഡി ഈ സെയിം പേര് തന്നെയാണോ? ആ സെയിം പേര് തന്നെ. അതായത് ലിംറ മാർഷൽ ആർട്സ് അക്കാദമി എന്നുള്ള ഇതിൽ തന്നെയാണ് യൂട്യൂബ് ചാനല്, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജൊക്കെ. ഓക്കെ, എന്തായാലും നമ്മൾ നമ്മൾ വീഡിയോയുടെ താഴെ മാഷെ കോൺടാക്ട് നമ്പർ കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരിക, ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റായി മാറുക അല്ലേ മാഷെ? അതെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. സുഹൃത്തുക്കളെ, നമ്മളെ ഇക്കുണ്ട് ഇവിടെ. ട്രീറ്റ്മെന്റിന് വന്നതാണ് ലിംറയ്ക്ക്. എത്രയായി പോയി ട്രീറ്റ്മെന്റ് വന്നിട്ട്? ഞാൻ ഏകദേശം ഒരു 3 മാസം മുന്നെയാണ് എനിക്ക് കാൽമുട്ട് വേന വന്നിട്ട് ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 4 തവണ ഏകദേശം ഒഴിഞ്ഞേക്ക് ക്ലിയർ ആയി പോയി. സാധാരണ നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് ഇരിക്കാനടക്കം വയ്ക്കാത്ത രീതിയിലുള്ള വേദന ഉണ്ടായിരുന്നു കാലിന്. അത് പിന്നെ ഇവിടെ വന്നിട്ട് ഒരു 4 ദിവസത്തോളം ഒഴിഞ്ഞതിന് ശേഷമാണ് ഫുള്ള് ക്ലിയർ ആയി പോയത്. പിന്നെ ഇപ്പോൾ ഞാൻ വന്നത് എനിക്കൊരു കൈൻ്റെ ജോയിന്റ് പെയിൻ ഉണ്ടായിരുന്നു. ഒരു വെയിറ്റ് മുക്കിയതാണ്, ജോയിന്റ് പെയിൻ ഉണ്ടായിരുന്നു. അതിൽ വന്നിട്ട് ഇപ്പോൾ 2-3 തവണ ആയിട്ട് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വെറുതെ ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ കാശും കാര്യങ്ങളും കൊടുക്കണേ നല്ല ചെറിയ ജോയിന്റ് പെയിനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല നമ്മൾ ഈ ലിംറയിൽ വന്നിട്ട്
ചെയ്യാൻ നോക്കുക മാക്സിമം. ബെറ്റർ. എന്തായാലും നിങ്ങളുടെ അനുഭവമാണ് നിങ്ങൾ പറയുന്നത്. നല്ല റിസൾട്ടാണ് എന്തായാലും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹായ് സുഹൃത്തുക്കളെ, ജംഷാദ് നമ്മളെ ലിംറയിലെ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ ജംഷാദിന് ചെറിയൊരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കാണ്. ജംഷാദ് ബ്രോ പറയൂ. ഞാൻ 2 ദിവസം മുമ്പേ നമ്മളെ ക്ലാസ്സിൽ കളിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു പരിക്ക് പറ്റിയതാണ്. അപ്പോൾ ആ പരിക്ക് പറ്റിയത് തോളിനും അതേപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തായിട്ടേ ഈ കഴുത്തിന്റെ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു പരിക്ക് പറ്റിയതാണ്. ഇങ്ങനെ പരിക്ക് പറ്റിയതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ചികിത്സിക്കല്. മാഷോട് അടുത്തുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അത്രയും ഈ ക്ലാസ്സിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനെ പരിക്കുകൾ പറ്റുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഒഴിയാണ്. ഞാൻ അതേപോലെ തന്നെ അതിനുശേഷം ക്ലാസ് നിർത്തുന്നില്ല, സ്ഥിരമായിട്ട് ഇവിടെ വരലുണ്ട്. ആ രീതിക്ക് അങ്ങനെ അത് ചെയ്ത് പോകലാണ്. ഓക്കെ ഓക്കെ. റാഷിദ് ബ്രോക്ക് പിന്നെ ഇപ്പൊ ഇവിടെ എത്രയായി സ്റ്റുഡന്റ് ആയിട്ട്? ഞാൻ 2 വർഷം ആവുന്നുള്ളൂ. 2 വർഷം ആവുന്നു. എന്താണ് നമ്മളെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് ഒരു അനുഭവം പങ്കുവെക്കാനുള്ളത്? ഞാൻ നിലവിൽ എന്റെ വയറ് കുറക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പിന്നെ ഒരു ജിമ്മിലേക്ക് പോകാൻ നിൽക്കായിരുന്നു. അപ്പൊ സമയത്ത് സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വരുന്ന കണ്ടിട്ട് ആ ഒരു അടിസ്ഥാനത്തിൽ വന്ന ആളാണ് ഞാൻ. എന്നെ മുമ്പ് കാണുന്നവർക്ക് അറിയാം എന്റെ ശരീരത്തിലുണ്ടായിരുന്ന മാറ്റങ്ങളൊക്കെ. അത് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കോൺഫിഡന്റ് ലെവൽ നമുക്ക് കൂട്ടാൻ പറ്റും. ഞാനൊരു ബിസിനസ്സുകാരനാണ്. അത് മാത്രമല്ല, ഇത്രയും പല പരിപാടികൾക്കും ഓടി നടക്കുമ്പോൾ ഒരു എനർജി, അത് ഈ രാവിലെ നമ്മൾ എണീറ്റ് ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണല്ലോ. അതിന് എക്സ്ട്രീം ലെവലായിട്ട് ഇവിടുന്ന് നമുക്ക് ആ സാധനം കിട്ടും. അത് യോഗ ആയിക്കോട്ടെ, കളരി ആയിക്കോട്ടെ. ഇനി ഇവിടെ ഒരുപാട് മിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ആർക്കും ബോറടിക്കൊന്നുമില്ല. ഏത് പ്രായക്കാർക്കും നമുക്ക് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ പല കാര്യങ്ങൾക്കുള്ള എനർജി സത്യം പറഞ്ഞാൽ ഈ രാവിലെ ഇവിടുന്ന് കിട്ടുന്ന ഈ വർക്കൗട്ടിൽ നിന്ന് കിട്ടുന്ന തന്നെയാണ്. അത് ഷെയർ ചെയ്യാൻ ഞാൻ എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യാൻ ഞാൻ റെഡിയാണ്. സാറ്റിസ്ഫൈഡ് ആണ്? സാറ്റിസ്ഫൈഡ് ആണ് 100%. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ലിംറ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സപ്പോർട്ട് ചെയ്യുക. ജവാദ് ആമീർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ്, അതുപോലെ നമ്മളെ യൂട്യൂബ് ചാനൽ എല്ലാം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.